ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് എക്സാം ഓറിയന്റഡ് ആയി മറ്റൊരു ടോപ്പിക് നോക്കാം. അങ്കഗണിതം, അരിത്തമെറ്റിക് അല്ലെ. എന്താണ് അങ്കഗണിതം? നിങ്ങൾ ആദ്യം തന്നെ ഒരൊറ്റ വാക്യത്തിൽ പഠിച്ചു വെക്കുക. സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സംഖ്യകൾ അടങ്ങിയ ഗണിത ക്രിയകളുമായി ബന്ധപ്പെട്ടതാണ് അങ്കഗണിതം എന്ന് പറയുന്നത്. സംഖ്യ, നമ്പേഴ്സ് ആയിട്ട് ബേസ്ഡ് ആണല്ലേ, നമ്പേഴ്സ് ബേസ്ഡ് ആണ് എന്ത് അങ്കഗണിതം എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, വിവിധ തരം സംഖ്യകളുടെ വ്യാഖ്യാനങ്ങൾ എന്നിവയും അവയുമായി ബന്ധപ്പെട്ട ഗണിത ക്രിയകളും ഉൾപ്പെടുന്ന ഗണിതശാസ്ത്ര ശാഖയാണ് അങ്കഗണിതം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് അങ്കഗണിതം എന്ന് പറയുന്നത്. സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സംഖ്യകളെ ഉപയോഗിച്ച് കൂട്ടൽ, കുറയ്ക്കൽ, ഗുണനം, ഹരണം എന്നിവയൊക്കെ ചെയ്യുന്നത് ഈ അങ്കഗണിതം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. എണ്ണൽ സംഖ്യ, ഭിന്നസംഖ്യ, വിവിധ തരം സംഖ്യകളുടെ വ്യാഖ്യാനങ്ങൾ എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ട് ഗണിത ക്രിയകളും ഉൾപ്പെടുന്ന ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് അങ്കഗണിതം. കൂട്ടല്, കുറയ്ക്കല്, ഹരണം, ഗുണനം ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി നിത്യജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്കഗണിതത്തിന്? ഉണ്ട്. സംഖ്യകളായതുകൊണ്ട് തന്നെ നിത്യജീവിതവുമായി ബന്ധമുണ്ട്. നിത്യജീവിതത്തിൽ ഗണിതം എന്നുള്ളൊരു വിഷയം നമ്മൾ പറഞ്ഞതായിരുന്നു. ഒരുപാട് എക്സാമ്പിൾസ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഗണിതം യൂസ്ഫുൾ ആകുന്നതെന്ന്. നമ്മൾ രാവിലെ എണീറ്റ് ഉണർന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ സമയം നോക്കുന്നുണ്ടല്ലേ. അവിടെ നിന്ന് തൊട്ട് നമ്മൾ നമ്പേഴ്സ് ഒരു ആശയവിനിമയ ഉപാധിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്കഗണിതത്തിന് ഡെയിലി ലൈഫുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. അങ്കഗണിതം നമ്മുടെ നിത്യജീവിതവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട്. ഉദാഹരണത്തിന് കുടുംബ ബജറ്റ് തയ്യാറാക്കൽ, ബാങ്ക് ഇടപാടുകൾ, വസ്തുക്കൾ അളക്കൽ, സമയം കണക്കാക്കൽ എന്നിവയൊക്കെ എന്താണ്? അങ്കഗണിതം നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. അങ്കഗണിത പഠന സമീപനം. അങ്കഗണിത പഠന സമീപനത്തിൽ എന്തെല്ലാം വരുന്നു? അനുഭവങ്ങളിലൂടെയുള്ള പഠനം, പ്രായോഗികത, രീതിശാസ്ത്രം, പ്രവചനശേഷി, ഗണിതവൽക്കരണം എന്നിവയൊക്കെയാണ് വരുന്നത്. അനുഭവങ്ങളിലൂടെയുള്ള പഠനം. ഗണിതാശയങ്ങൾ കേവലം പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെ കുട്ടികൾ ആർജിക്കുന്നതാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേയൊക്കെ. അപ്പൊ അങ്കഗണിത പഠന സമീപനത്തിലെ ആദ്യത്തെ പോയിന്റ് ആണ് അനുഭവങ്ങളിലൂടെ പഠിക്കുക എന്ന് പറയുന്നത്. അനുഭവങ്ങളിലൂടെയുള്ള പഠനം എന്ന പോയിന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് അത് വിവരിക്കാൻ പറ്റൂ അല്ലെ. സ്വന്തമായിട്ട് നമുക്ക് തള്ളാനുള്ളൊരു മനസ്സെന്തുണ്ടാവണം? നമുക്ക് ഉണ്ടായിരിക്കണം. പോയിന്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തള്ളാവുന്നതേ ഉള്ളൂ. തള്ളുമ്പോൾ എന്ത് ചെയ്യുക? പോയിന്റ്സ് തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കണം കേട്ടോ. നെക്സ്റ്റ് പ്രായോഗികത. പ്രായോഗികത എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് പ്രയോജനപ്രദമായിരിക്കണം. പ്രയോഗിക്കാൻ എപ്പോഴെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. പഠിച്ചു, ഒരാവശ്യവും ഇല്ലാതെ പഠിച്ചു എന്നാവാതെ പ്രയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കണം. അനുഭവത്തിലൂടെ നേടുന്ന അറിവ് പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ കുട്ടികൾക്ക് കഴിയണം. അതാണ് പ്രായോഗികത എന്ന് പറയുന്നത്. രീതിശാസ്ത്രം. എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനാണ് അങ്കഗണിത പഠനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അപ്പൊ രീതിശാസ്ത്രം, അതുപോലെ അനുഭവത്തിലൂടെ പഠനം, പ്രായോഗികത, രീതിശാസ്ത്രം, പ്രവചനശേഷി, ഊഹിച്ചും പരിശോധിച്ചും കാര്യങ്ങൾ പ്രവചിക്കാനുള്ള കഴിവ്, അതാണ് പ്രവചനശേഷി അല്ലെ. ഊഹക്കണക്കൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഗണിതവൽക്കരണം, കുട്ടിയുടെ ചിന്തകളെ ഗണിതവൽക്കരിക്കാൻ മാത്തമാറ്റിക്കൽ തിങ്കിങ് സഹായിക്കുന്ന തരത്തിൽ പഠനം ക്രമീകരിക്കണം. ഇതൊക്കെ അങ്കഗണിത പഠന സമീപനങ്ങളാണ്. അനുഭവത്തിലൂടെയുള്ള പഠനം, പ്രായോഗികത, രീതിശാസ്ത്രം, പ്രവചനശേഷി, അപ്പൊ തന്നെ ഊഹിച്ചൊക്കെ പരിശോധിച്ചൊക്കെ പറയുന്നത് ഓർക്കുക. ഗണിതവൽക്കരണം എന്നിവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് പെട്ടെന്നാണ് അങ്കഗണിതം എന്താണെന്ന് മനസ്സിലാക്കിയത്. അങ്കഗണിതമൊക്കെ അറിയാത്തവർ വളരെ കുറവായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ചിലപ്പോൾ അറിയില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എല്ലാവർക്കും എല്ലാം അറിയണം എന്നൊന്നും ഇല്ല. ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ലായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞൊക്കെ പഠിക്കും അല്ലേ. അപ്പോൾ അറിയാത്ത കുട്ടികളും ഉണ്ടായിരിക്കും. അവർക്കപ്പോൾ മറ്റു പല കാര്യങ്ങളും അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് എന്തായാലും ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ അറിഞ്ഞവർക്കാണെങ്കിലും ഒന്നും കൂടി എഴുതാനൊക്കെ പറ്റും എന്ന്, കുറച്ചും കൂടി പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് എന്ന ടോപ്പിക്കാണ് നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ
കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്